ഹലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു എക്സിബിഷന് വരുന്നത് നമ്മുടെ എല്ലാവരും തന്നെ എല്ലാ വർഷവും അവർ വരുന്നതാണ്. കോട്ടൺ ഫാബ് അല്ലേ, കൊച്ചിയിൽ എപ്പോഴും വരാറുണ്ട് എല്ലാ കൊല്ലം. ആ ഒരു എക്സിബിഷന് ഞാൻ പോയിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റലിൻ്റെ ബാങ്കിളാണ്. ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വള ഇടാനൊക്കെ നോക്കിയിട്ടോ. പക്ഷെ ആക്ച്വലി ഇത് കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു 400 ആണ് അവർ റേറ്റ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് 380 തന്നു. അതിനേക്കാൾ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് ഓക്സിഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസം. എനിക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ഇവിടെ കുറച്ചൊരു റിസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കിങ്ങനെ ഇടുമ്പോൾ റിസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് വിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വിട്ട് കുറയുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. കാരണം ഇതിപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് ഏത് കളേഴ്സ് ഉള്ള ഡ്രസ്സാണെങ്കിലും നമുക്കിത് സ്യൂട്ടാകും. ഇനി വള മാത്രമല്ല, ഞാൻ 2 സെറ്റ് കമ്മലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരെണ്ണം. ഇത് ഇച്ചിരി വലിപ്പമുണ്ട്. എനിക്ക് ഇച്ചിരി ഹാങ്ങിങ് ഇച്ചിരി വലിപ്പമുള്ളതാണ് ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടം എവിടെയെങ്കിലും പാർട്ടി വെയർ ആയിട്ട് പോകാനായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കി. ഇവിടെ ലക്ഷ്മി ആണ് ഇരിക്കുന്നത്. ലക്ഷ്മി ഇതൊരു ടെമ്പിൾ മോഡലാണ്. ടെമ്പിൾ നമ്മൾ കാണാറില്ലേ, ഇന്ത്യയിലുള്ള ഈ ശ്രീരംഗം, തിരുപ്പതിയൊക്കെ പോലെയുള്ള ടെമ്പിളിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. ലക്ഷ്മി ദേവിയുടെ ആണ് ഇവിടെ മേളിലായിട്ടുള്ള ഡിസൈൻ വരുന്നത്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊരു 180 ആണ് അവർ പറഞ്ഞിരിക്കുന്ന റേറ്റ്. കുറച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു, 150ക്ക് കിട്ടിയായിരുന്നു. പിന്നെ അതേപോലെ വേറൊരു കമ്മലും കൂടി എടുത്തായിരുന്നു. ഇത് കുറച്ചൊരു ചെറുതാണ്, ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ് എടുത്തത്. ഇതെനിക്ക് ആക്ച്വലി ഇത്രയും ചെറിയ കമ്മൽ എനിക്ക് വേണ്ട. പക്ഷെ എന്നാലും ഞാൻ ആ ഡിസൈൻ കണ്ടപ്പോൾ എടുത്തതാണ്. ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കൃഷ്ണനും രാധയും ഉള്ള ഒരു ഡിസൈനാണ്. അപ്പം ആ ഡിസൈൻ കാണുമ്പോൾ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു, ഒരു കൃഷ്ണനും രാധയും ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് എടുത്തതാണ്. കൊള്ളാല്ലേ? ഈ ബ്ലാക്ക് മെറ്റൽ എനിക്ക് പണ്ടോട്ടെ ഒരു വളരെ ഇഷ്ടമാണ്. പലപ്പോഴും നമ്മളുടെ ഇവിടുത്തെ ഷോപ്പുകളിലും കിട്ടാറില്ല. ഇതുപോലെ എക്സിബിഷൻസ് വരുമ്പോൾ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇനി ഞാൻ വളരെ നാളായിട്ട് സെർച്ച് ചെയ്ത് നടന്ന ഒരു സാധനം എനിക്ക് കിട്ടിയത്. അടിപൊളി. കാരണം എനിക്ക് ഇതുപോലൊരു കുഞ്ഞു കുഞ്ഞു മുത്തുകളായിട്ട് ഒരു വലിയ ലോക്കറ്റ്, അങ്ങനെ ഞാൻ ഈ ഡിസൈൻ ഇത് ഇവിടെ വേറെ വിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു സിമ്പിൾ, പക്ഷെ എന്നാൽ നമ്മൾ ഇടുമ്പോൾ അതറിയും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടെ വെച്ചതിനകത്ത് ഈ ചെയിൻ എക്സ്ട്രാ ഇല്ലായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു ചെയിനായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊരു എക്സ്ട്രാ ചെയിനും കൂടി തന്നു. അവർ കണക്ട് ചെയ്ത് ആ ചെയിൻ വേറെ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് വലിയ ചെയിൻ എനിക്ക് കണക്ട് ചെയ്ത് തന്നു. സോ ഇത് നല്ലൊരു അടിപൊളി. നമ്മളൊരു സാരിയൊക്കെയാണ് ഉടുക്കണമെങ്കിൽ ആ സാരിയുടെ ഇനി നമുക്ക് കുറച്ച് എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയൊരു ഇത്രയും എങ്കിലും താത്തിയിടണം. തീരെ കുഞ്ഞിതായി പോകാൻ പാടില്ല. കാരണം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ഒരു ഇങ്ങനെ വന്ന് നിൽക്കും. കുട്ടികളൊക്കെ ഇടുന്നത്. പക്ഷെ നമുക്ക് സാരിയുടെ കൂടെ ആകുമ്പോൾ കുറച്ചൊരു ലെങ്ത്ത് വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്. കറക്റ്റ് ഈ ഒരു സൈസ് ഇവിടെ വന്ന് നിൽക്കും ഇതിൻ്റെ പൊസിഷൻ. പിന്നെ ഈ മാല എന്ന് പറയുന്നത് ഇത് പക്ക ഓക്സിഡൈസ്ഡ് ആണ്. ഇതിന് ആക്ച്വലി 800 റുപ്പീസാണ്. 800 റുപ്പീസാണ് അവർ പറഞ്ഞത്. ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ 770ക്ക് തന്നു. കാരണം അവർക്ക് അങ്ങനെ അധികം ലാഭമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരു പീസ് ഉണ്ടായിരുന്ന ഈ ഒരു ഡിസൈൻ ഞാൻ അവിടെ കണ്ടതിനകത്ത് ഈ തൂക്കിയിട്ടിരിക്കുന്നത് കുറച്ച് വേറെ രീതിയിലാണ്. പക്ഷെ എടുത്തു തന്നത് ഇതാണ്. പക്ഷെ എനിക്ക് എടുത്തു തന്നതിനകത്തുള്ള ഈ തൂക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് എടുത്തു. ഇതിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല, ടെമ്പിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈനാണ്. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഏത് സാരി ഉടുത്താലും. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ഒരു സിമ്പിൾ അധികം വർക്കില്ലാത്തൊരു സാരി എടുക്കുമ്പോൾ ഇതൊന്ന് ഫോക്കസ് ആയിട്ട് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു
മാലയാണിത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം. ഞാൻ ഇത് ഒരിടയ്ക്ക് ഇങ്ങനെ കുറേ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇത് ഇങ്ങനെ കിട്ടുമെന്ന്. പിന്നെ ഞാനത് വിട്ടു. ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പം അവൾക്കറിയാം ഇത് ഓക്സിഡൈസ്ഡ് ആണ്, ഇത് ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടാലറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിത് കാണുമ്പോൾ ബ്ലാക്ക് മെറ്റലാണെന്ന് തോന്നിയാൽ ഞാനങ്ങ് എടുക്കും. അപ്പോൾ ഡിസൈൻ മാത്രമേ ഞാൻ നോക്കില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത് വേർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്സിഡൈസ്ഡ് ആണ്. നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. കാരണം ജൂലൈ 1 തൊട്ട് സ്റ്റാർട്ടായതാണ്. ഓഗസ്റ്റ് 16 വരെ ഉണ്ട്. അപ്പോൾ കലൂർ ആണ് വരുന്നത്. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് കോട്ടൺ ഫാബ് എക്സിബിഷൻ. ഇടയ്ക്കിടയ്ക്ക് അവർ നടത്താറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഇപ്പം നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇത് കിട്ടില്ല. കാരണം നമ്മളിങ്ങനെ സ്ത്രീകളാണല്ലോ, എല്ലാം നോക്കി നടക്കും. അപ്പോൾ അതേപോലെ ഒരു സ്ത്രീയെ കൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പോയപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ നമുക്ക് പലർക്കും അറിയാം. അത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ മാത്രമൊന്നുമല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയുടെ കൂടെ പോകുന്നത് വേറെ. പക്ഷേ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്കവിടെ നല്ല രസമാണത്. അപ്പം അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനും ഇതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഞാൻ ഈ ബ്ലാക്ക് മെറ്റൽ സെക്ഷൻ മാത്രമേ മേടിച്ചുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഡ്രസ്സ് വാങ്ങിക്കാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പിശുക്കുള്ള ഒരാളാണ്. പക്ഷേ ഈ ഇയറിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അങ്ങ് വീണ് പോകും. അപ്പം ഞാൻ പൈസ നോക്കാറില്ല. ഇയറിങ്സിൽ ഞാൻ ഒരിക്കലും പൈസ നോക്കാറില്ല. ഞാനങ്ങനെ വാങ്ങിക്കും. പ്രത്യേകിച്ച് ബ്ലാക്ക് മെറ്റൽ ഞാൻ കുറേ നാൾ തേടി നടന്ന ഒരു സാധനം കൂടി എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് മേടിച്ചിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയാണ് ഞാൻ പോയത് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ. പക്ഷേ അപ്പം തൊട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കാം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ചെറിയൊരു കുട്ടി വ്ളോഗോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ ത്രില്ലായിട്ട് എടുക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. സാധാരണ ബാംഗിൾസ് ഇവിടെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് ഡിസൈനിൻ്റെ അവിടെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. സൂപ്പർ ബാംഗിൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബ്ലാക്ക് മെറ്റൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കോസ്റ്റ്യൂമും അതുപോലത്തെ ആയിരിക്കണം. അങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ഉള്ള അതിനകത്ത് പറ്റില്ല. ഒരു ഇച്ചിരി പ്ലെയിൻ ചില കളേഴ്സൊക്കെയാണ് ശരിയാണ്. എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ പറയാനറിയില്ല. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യും. ഇതിടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ട്, സാരീസ് ഉണ്ട്. അതിനകത്തായിരിക്കും ഞാനിത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാം. കോട്ടൺ ഫാബ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 16 വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയി നോക്കൂ. സൺഡേസൊക്കെ പോകാമല്ലോ. ഓക്കെ, രാത്രി 10 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ 9:30 എന്തോ ആകുമ്പോൾ തുടങ്ങും. അപ്പോൾ പോവുക. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ സാധാരണ ഞാൻ വാങ്ങിക്കുന്ന സാധനമൊന്നും ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കാണിക്കണമെന്നൊന്നും പതിവില്ല. പക്ഷെ എന്തോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനം കിട്ടിയത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഇട്ടത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴാണല്ലോ അറിയുള്ളൂ. ഓക്കെ, പക്ഷേ എല്ലാവരും എക്സിബിഷന് പോവുക, എൻജോയ് ചെയ്യുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. ഈ ഓക്സിഡൈസ്ഡിൻ്റെ ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ ഒരു 4 സ്റ്റോളുണ്ട്. ആ 4 സ്റ്റോളിലും പല പല ഡിസൈൻസാണ്. പല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോളിലുള്ള ഡിസൈൻസ് അല്ല അടുത്ത സ്റ്റോളിൽ. നമുക്ക് കൺഫ്യൂഷനായി. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതിന് നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ബഡ്ജറ്റിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ ഡ്രസ്സ് പല സൈസ്, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റേറ്റിൻ്റെതായ പ്രത്യേകതകളുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ചിക്കൻ കറി അങ്ങനത്തെയൊക്കെ, എനിക്ക് കറക്റ്റായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ഡ്രസ്സിന് അത് അടിപൊളിയായിട്ടുള്ള ചപ്പൽസ്, ഡിസൈനർ വാഷബിൾ ആയിട്ടുള്ളത് ഒക്കെ സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവരും പോവുക. ബൈ.